ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കാഞ്ചേരി കോഴ ആരോപണത്തിൽ തുടരന്വേഷണത്തിന് അനുമതി തേടി വിജിലൻസ്. തൃശൂർ വിജിലൻസ് യൂണിറ്റാണ് കേസെടുത്ത് തുടരന്വേഷണത്തിന് അനുമതി തേടിയത്. നേട്ടത്തിന്റെ നെറുകയിൽ ലൈഫ് പദ്ധതി. ലൈഫ് മികച്ച ഭവന പദ്ധതി എന്ന നീതി ആയോഗ്. ഫെബ്രുവരിയിൽ 5 ലക്ഷം വീടുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ എത്തുമെന്ന് മന്ത്രി MP രാജേഷ്. തൃശൂരിൽ ആനക്കൊമ്പുകളുമായി പിടിയിലായ 2 പേരെ വനംവകുപ്പ് സംഘം ചോദ്യം ചെയ്തു. രക്ഷപ്പെട്ട 3 പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി വനംവകുപ്പ്. ജില്ലയിൽ വിവിധയിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ 3 പേർക്ക് പരിക്ക്. കൊണ്ടാഴി പാറമേൽപ്പടിയിൽ പുളിമരം ഒടിഞ്ഞു വീണ് ബൈക്ക് യാത്രികന് പരിക്ക്. ചാലക്കുടി പോട്ടയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ഗുരുവായൂർ താമരയൂരിൽ ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി കോഴ ആരോപണത്തിൽ തുടരന്വേഷണത്തിന് വിജിലൻസ് അനുമതി തേടി. വിജിലൻസ് ഡയറക്ടറാണ് വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്വതന്ത്രനായ EU ജാഫറിന് 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്നാണ് പരാതി. മുൻ MLA അനിൽ അക്കരയാണ് പരാതിക്കാരൻ. തുടരന്വേഷണം വേണമെന്നാണ് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം വിജിലൻസ് നൽകിയ റിപ്പോർട്ട്. തൃശൂർ വിജിലൻസ് യൂണിറ്റാണ് കേസെടുത്ത് തുടരന്വേഷണത്തിന് അനുമതി തേടിയത്. തൃശൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ CPM 50 ലക്ഷം വാഗ്ദാനം ചെയ്തുവെന്ന ലീഗ് സ്വതന്ത്രൻ ജാഫറിന്റെ ശബ്ദരേഖ നേരത്തെ പുറത്തുവന്നിരുന്നു. വിവാദങ്ങളെ തുടർന്ന് ജാഫർ രാജിവെച്ചിരുന്നു. കേരളത്തിന്റെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയെ രാജ്യത്തെ ഭവന പദ്ധതികളിൽ മികച്ചതായി നീതി ആയോഗ് തിരഞ്ഞെടുത്തുവെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. ഫെബ്രുവരിയോടെ ലൈഫ് പദ്ധതിയിൽ 5 ലക്ഷം വീടുകൾ പൂർത്തിയാകുമെന്നും MP രാജേഷ് തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലൈഫ് ഭവന പദ്ധതി കഴിഞ്ഞ ദിവസം നീതി ആയോഗ് ഭവന നിർമ്മാണ പദ്ധതികളിൽ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസുകളിൽ ഒന്നായിട്ട് ലൈഫ് ഭവന പദ്ധതിയെ അംഗീകരിച്ചിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ 5 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുക എന്ന നാഴികക്കല്ല് പിന്നിടും. മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന തുക ലൈഫിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് നീതി ആയോഗ് ഇതിനെ ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് തിരഞ്ഞെടുത്തത്. വടക്കാഞ്ചേരി ലൈഫ് പദ്ധതി പ്രതിസന്ധിയിലാക്കിയത് കോൺഗ്രസിന്റെ മുൻ MLA ആണ്. മുൻ MLA നൽകിയ പരാതി മൂലമുണ്ടായ നിയമക്കുരുക്കാണ് പദ്ധതി സ്തംഭിപ്പിച്ചത്. നിയമപരമായി പ്രശ്നം പരിഹരിച്ച് സംസ്ഥാന സർക്കാർ പദ്ധതി നടപ്പാക്കുക തന്നെ ചെയ്യും. ലൈഫ് മിഷൻ പൂട്ടുമെന്ന UDF നയത്തിന്റെ ദുരന്ത സ്മാരകമാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി. വടക്കാഞ്ചേരിയിലെ മുൻ UDF MLA ആണല്ലോ ആ നിയമക്കുരുക്കിലേക്ക് അതിനെ വലിച്ചിഴച്ചത്. ആ ഒറ്റ കാരണം കൊണ്ടല്ലേ അത് പൂർത്തിയാവാത്തത്. സർക്കാർ തീരുമാനമെടുത്തു. പക്ഷെ അപ്പോഴും ഈ നിയമക്കുരുക്ക് പരിഹരിച്ച ശേഷം മാത്രമേ, ഒരു പരാതിയെ തുടർന്നുണ്ടായിട്ടുള്ള നിയമക്കുരുക്കാണ്, അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിക്കുന്നതിനും കണ്ടെത്തുന്നതിനും ഒന്നും പ്രശ്നമുള്ളതല്ല. അത് UDFന്റെ മുൻ MLA സൃഷ്ടിച്ച പ്രതിസന്ധി കൊണ്ട് മാത്രമാണ് വടക്കാഞ്ചേരിയിൽ ഇത് പൂർത്തിയാവാത്തത്. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഇതുവരെ 6,547 വീടുകൾ നിർമ്മിക്കാൻ കരാർ നൽകിയതിൽ 4,07,676 വീടുകൾ നിർമ്മിച്ചു. 1,24,471 വീടുകൾ നിർമ്മാണം പുരോഗമിക്കുന്നു. ഫെബ്രുവരിയിൽ പദ്ധതിയിലൂടെ 5 ലക്ഷം വീടുകൾ സർക്കാർ പൂർത്തീകരിക്കും. രാജ്യത്തിന് തന്നെ മാതൃകയായി ലൈഫ് മിഷൻ മാറുമ്പോൾ പ്രതിപക്ഷം പ്രഖ്യാപിച്ച ഭവന നിർമ്മാണം വെറും പ്രഹസനമായി മാറി. കഴിഞ്ഞ ദിവസം വയനാട് വെച്ച് പ്രതിപക്ഷ നേതാവ് 30 സെക്കൻഡ് കൊണ്ട് 300 വീടുകളാണ് നിർമ്മിച്ചതെന്ന് MP രാജേഷ് പരിഹസിച്ചു. LDF ഗവൺമെന്റ് പറഞ്ഞത് ചെയ്യുന്നു. UDF ഒരു ഉത്തരവാദിത്വവുമില്ലാതെ പറഞ്ഞതിൽ നിന്ന് പിന്നാക്കം പോകുന്നു. ഇപ്പൊ എന്തെല്ലാം വാദങ്ങളാണ് വന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കണക്കൊക്കെ ക്ലിയറാണ്. 30 സെക്കൻഡേ അദ്ദേഹത്തിന് വേണ്ടി വന്നുള്ളൂ. എന്നാൽ KPCC പ്രസിഡന്റ് പറയുന്നത് ഒരു കട്ട് ഓഫ് ഡേറ്റും ഇല്ല വീടിന്. തെരഞ്ഞെടുപ്പിനെ കട്ട് ഓഫ് ഡേറ്റ്. അപ്പൊ തെരഞ്ഞെടുപ്പ് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നാണ് അത് വ്യക്തമാക്കുന്നത്. കട്ട് ഓഫ് ഡേറ്റ് ഇല്ല. എത്ര ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള കയ്യൊഴിയലാണ് അദ്ദേഹം നടത്തുന്നത്. പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളിൽ നിന്ന് ഉത്തരവാദിത്തമില്ലാതെ ഒഴിഞ്ഞു മാറാൻ UDF ശ്രമിക്കുമ്പോൾ പറഞ്ഞത് നടപ്പാക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കുമെന്നത് പാർട്ടിയാണ് തീരുമാനിക്കുക. 110 സീറ്റ് ലഭിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം ആശങ്കയാകുന്നത് UDFനും ചില മാധ്യമങ്ങൾക്കും മാത്രമാണ്. ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇടതുപക്ഷ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളോട് പക്ഷപാതപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്.
ബീവറേജസ് കോർപ്പറേഷന്റെ പുതിയ ബ്രാൻഡിക്ക് പേര് നൽകാനുള്ള പരസ്യം നൽകിയത് സർക്കാർ അല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. TCV തൃശൂർ. തൃശൂർ നഗരത്തിൽ നിന്ന് ആനക്കൊമ്പുകളുമായി പിടിയിലായ രണ്ടുപേരെ വനം വകുപ്പ് സംഘം ചോദ്യം ചെയ്യുന്നു. ചാലക്കുടി മാറാംകോട് സ്വദേശികളായ വിധേയത്ത് വീട്ടിൽ ജിബിൻ, പൊന്നാരി വീട്ടിൽ ലിബിൻ എന്നിവരെയാണ് മാന്നാമംഗലം ഫോറസ്റ്റ് ഓഫീസർ ചോദ്യം ചെയ്യുന്നത്. പട്ടിക്കാട് റേഞ്ച് ഓഫീസർ AC പ്രജി, ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ M ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. പ്രതികളെ ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. കണ്ണൂർ ഇരിട്ടിയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന 2 ആനക്കൊമ്പുകളാണ് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിക്ക് സമീപത്ത് നിന്ന് വനം വകുപ്പ് ഇന്റലിജൻസ് സംഘം കഴിഞ്ഞ ദിവസം പിടികൂടിയത്. സംഘത്തിലുണ്ടായിരുന്ന 5 പേരിൽ 3 പേർ ഓടി രക്ഷപ്പെട്ടു. പ്രതികൾ സഞ്ചരിച്ച വാഹനം കസ്റ്റഡിയിലെടുത്തു. കൊണ്ടാഴി പാറമേൽപ്പടി പുതിയ റോഡിന് സമീപം പുളിമരത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണ് ബൈക്ക് യാത്രികന് സാരമായി പരിക്കേറ്റു. കണ്ണമ്പ്ര സ്വദേശിയായ സുകേഷിനാണ് പരിക്ക്. ഒറ്റപ്പാലം ഭാഗത്തേക്ക് ബൈക്കിൽ വരുന്നതിനിടയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പുളിമരം ഒടിഞ്ഞു വീണു. വാർഡംഗം വിശ്വനാഥന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്ന് സുകേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തും പൊതുമരാമത്ത് വകുപ്പും പലതവണ വീട്ടുടമയ്ക്ക് കത്ത് നൽകിയിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ലെന്ന ആക്ഷേപമുണ്ട്. കേച്ചേരി കൈപ്പറമ്പ് സെന്ററിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച അപകടം, ഒരാൾക്ക് പരിക്കേറ്റു. പൂങ്കുന്നം ഉദയാനഗർ സ്വദേശി ഈശ്വരമംഗലത്ത് വീട്ടിൽ രാജനാണ് പരിക്ക്. രാജനെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി പോട്ടയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്, നാഷണൽ പെർമിറ്റ് ലോറി, കാർ എന്നിവയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ നേരിയ ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടു. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പിന്നീട് സർവീസ് റോഡിലേക്ക് മാറ്റിയാണ് ഗതാഗതക്കുരുക്ക് പരിഹരിച്ചത്. ഗുരുവായൂർ താമരയൂരിൽ ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. സൈക്കിൾ യാത്രക്കാരൻ കാവീട് സ്വദേശി താഴത്ത് മോഹനൻ, ബൈക്ക് യാത്രക്കാരൻ കാവീട് വടക്കൻ ജസ്റ്റിൻ എന്നിവർക്കാണ് പരിക്ക്. പരിക്കേറ്റ ഇരുവരെയും ആക്ട്സ് പ്രവർത്തകർ ബുധവട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് പൂനെയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നടന്നു. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ അധ്യക്ഷനായിരുന്നു. പശ്ചിമഘട്ടത്തിലെ 129.037 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുടെ 3/4 ഭാഗവും പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കണമെന്ന ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏറെ വിവാദമായിരുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പുതുക്കാട് മേഖലാ സമ്മേളനം ചിമ്മിനിയിൽ നടന്നു. COA സംസ്ഥാന സെക്രട്ടറിയും കേരള വിഷൻ ന്യൂസ് ചെയർമാനുമായ PS സിബി ഉദ്ഘാടനം നിർവഹിച്ചു. COA പുതുക്കാട് മേഖലാ പ്രസിഡന്റ് KI ഷീഫർ അധ്യക്ഷത വഹിച്ചു. KCCL ഡയറക്ടർ VP ബിജു, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P ആന്റണി, ട്രഷറർ CG ജോസ്, COA പുതുക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് CR ബെന്നി, സെക്രട്ടറി AP റാഫേൽ, ട്രഷറർ VB രമേശ്, എക്സിക്യൂട്ടീവ് ജോബി മധുരക്കറി, മഹേഷ് മോഹൻ, ഇൻഫോനെക്സസ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ആന്റോ വി മാത്യു, ഒല്ലൂർ വിഷൻ കേബിൾ ചെയർമാൻ KJ ജോയി എന്നിവർ സംസാരിച്ചു. തുടർന്ന് 11-അംഗ മേഖലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി KI ഷീഫർ, വൈസ് പ്രസിഡന്റായി CR ബെന്നി, സെക്രട്ടറിയായി AP റാഫേൽ, ജോയിന്റ് സെക്രട്ടറി TD ബൈജു, ട്രഷററായി VB രമേശ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായി R മോഹനകൃഷ്ണൻ, P ഗോപകുമാർ, മെജോ ജോണി, TP സിജോ, KS സന്തോഷ്, ML ജോബി എന്നിവരെയാണ് തിരഞ്ഞെടുത്തത്. തൃപ്രയാറിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിനുള്ള പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു. TCV പുതുക്കാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂരിൽ നിർണായക ചർച്ചകളുമായി കോൺഗ്രസ്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി തൃശൂർ DCC ഓഫീസിലെത്തി SIR-മായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും SIR-ന്റെ അവസാന തീയതിക്ക് മുൻപ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രഥമ പരിഗണനയെന്നും അറിയിച്ചു. ഇതോടൊപ്പം തിരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടക്കുമെന്നുമാണ് സൂചന. വരുന്ന തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം സീറ്റുകളിലും വിജയം ഉറപ്പിക്കുക എന്നതാണ് UDF-ന്റെ ലക്ഷ്യം. ഇതിനായി നേതാക്കളുമായി കൂടിയാലോചിച്ച് മികച്ച മുന്നൊരുക്കം നടത്താനുമാണ് നീക്കം. വയനാട്ടിൽ നടന്ന ലക്ഷ്യ നേതൃത്വ ക്യാമ്പിന് ശേഷമാണ് ദീപദാസ് മുൻഷി ജില്ലയിലെത്തിയിരിക്കുന്നത്. പാവറട്ടി മരുതയൂർ ചെന്ത്രത്തി മസ്ജിദിലെ ചന്ദനക്കുടം നേർച്ചയുടെ ഭാഗമായി മുട്ടുംവിളി സംഘമെത്തി.
ഒറ്റപ്പാലം കോതക്കുറിശ്ശിയിലെ സെയ്തലവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മുട്ടുംവിളിക്ക് നേതൃത്വം നൽകുന്നത്. പ്രവാചക സ്തുതികൾ പാടിപ്പുകഴ്ത്തി ഇവർ വീട് വീടാന്തരം കയറി മുട്ടുംവിളി നടത്തി നേർച്ചയുടെ വരവറിയിക്കും. 13, 14, 15 ദിവസങ്ങളിലായാണ് നേർച്ച ആഘോഷം. നേർച്ചയുടെ പ്രധാന ദിവസമായ 15-ന് കൊടിയേറ്റ കാഴ്ചകൾ വിവിധ ദേശങ്ങളിൽ നിന്ന് പുറപ്പെട്ട് കവല സെന്ററിൽ സംഗമിച്ച് വിവിധ തരം വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ജാറം പരിസരത്തെത്തി ഉച്ചയ്ക്ക് 12 മണിയോടെ കൊടിയേറ്റ് കർമ്മം നടത്തും. മൗലിദ് പാരായണം, കൂട്ട സിയാറത്ത്, ചക്രക്കഞ്ഞി വിതരണം എന്നിവയും ഉണ്ടാകും. ഇലക്ഷൻ ഡ്യൂട്ടിയെ തുടർന്ന് ബെൽസ് പാൾസി എന്ന അസുഖം ബാധിച്ച അധ്യാപകനെ ഇലക്ഷൻ കമ്മീഷൻ അവഗണിച്ചതായി പരാതി. ഗവർണർക്ക് പരാതി നൽകാൻ ഒരുങ്ങി കുടുംബം. കവിയും ആലത്തൂർ പഴമ്പാലക്കോട് ഹൈസ്കൂളിലെ മലയാളം അധ്യാപകനുമായ ഡോക്ടർ സംഗീത് രവീന്ദ്രനാണ് അധികൃതരുടെ അവഗണന നേരിടുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസറായിരുന്ന സംഗീത് പരിമിതമായ സാഹചര്യം മാത്രമുണ്ടായിരുന്ന ബൂത്തിന് പുറത്ത് കഴിയേണ്ടി വന്നപ്പോഴുണ്ടായ മഞ്ഞും കാറ്റുമേറ്റാണ് അസുഖബാധിതനായത്. രോഗാതുരനായ അവസ്ഥയിലും ജോലി നോക്കിയ സംഗീത് ചികിത്സയുടെ ഭാഗമായി കഴിഞ്ഞ 3 ആഴ്ചയായി വിശ്രമത്തിലാണ്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ ഉണ്ടായ ആരോഗ്യ പ്രശ്നമായതിനാൽ പ്രത്യേക അവധിയും ചികിത്സാ ചെലവും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഡിസംബർ 17-ന് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയും മറുപടിയൊന്നും ലഭിച്ചില്ലെന്ന് സംഗീതിന്റെ ഭാര്യ അഞ്ജു പറയുന്നു. ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഈ അസുഖം ബാധിച്ചത്. അതിൽ പ്രൈവറ്റ് ആശുപത്രിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ ഇലക്ട്രിക് തെറാപ്പിയും ചെയ്യുന്നുണ്ട്. അതിന് ചിലവ് വളരെയധികം ഉണ്ടാകുന്നതുകൊണ്ട് അധികൃതരോട് ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടും അവരുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അവധിയുമായി ബന്ധപ്പെട്ട് കളക്ടർക്കും മറ്റ് അധികാരികൾക്കും നമ്മൾ പരാതി കൊടുത്തിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നമുക്ക് സ്പെഷ്യലായി അവധി എന്തെങ്കിലും അനുവദിച്ചു തരികയെന്നാണ് നമ്മുടെ ആവശ്യം. ഇനി ഇതിന് ഇതുവരെയായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും മറുപടി ഒന്നും ഉണ്ടായില്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന ജീവനക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെങ്കിലും ദിവസേന 1 മണിക്കൂർ മാത്രമുള്ള ഇലക്ട്രിക് തെറാപ്പി ആയതിനാൽ ഇൻഷുറൻസ് തുക ലഭിക്കുകയുമില്ല. സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ചികിത്സയായതിനാൽ സ്ഥാപന മേധാവിക്ക് പ്രത്യേക അവധി അനുവദിക്കാനാവാത്ത സ്ഥിതിയുമാണ്. TCV ചേലക്കര. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കോഴ കേസിൽ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കണമെന്ന് KPCC ജനറൽ സെക്രട്ടറി അനിൽ അക്കര. രാമനിലയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1-ാം പ്രതിയായ മുസ്ലിം ലീഗ് അംഗം ജാഫറിനെ ഉടൻ അറസ്റ്റ് ചെയ്യണം. MLA സേവർ ചിറ്റിലപ്പള്ളി, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്തലാൽ എന്നിവരെയും പ്രതി ചേർക്കണമെന്ന് അനിൽ അക്കര പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അന്നു മുതൽ തന്നെ പറഞ്ഞിരുന്നത്, ഒരു FIR തൃശൂർ വിജിലൻസ് കോടതിയുടെ മുന്നിലിട്ട് ആ വിജിലൻസ് കോടതിയുടെ കൂടി നിർദ്ദേശപ്രകാരം ആ കേസ് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ തുടക്കം മുതൽ ആവശ്യപ്പെട്ടിരുന്നത്. അത് അന്ന് ഈ പറയുന്ന സമയത്ത് തന്നെ നിരവധി സൈബർ ഇടങ്ങളിൽ പലതരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ കൂടിയും അന്ന് ഞങ്ങൾ പറഞ്ഞ ആരോപണം വളരെ കൃത്യമായിരിക്കുകയാണ്. സംസ്ഥാന വിജിലൻസിന് തന്നെ അത് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കോഴ കൊടുത്ത് CPM അട്ടിമറിച്ചു എന്നുള്ളത് ഈ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് വളരെ കറക്റ്റായ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ വിജിലൻസിന്റെ അഴിമതി നിരോധന നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഉണ്ടായാൽ മാത്രമാണ് വിജിലൻസ് കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു FIR വടക്കാഞ്ചേരി കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കോഴ കൊടുത്ത് വോട്ട് വാങ്ങിയതുമായ വിഷയത്തിൽ അടിയന്തരമായി ഒരു FIR ഇടുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ സംസ്ഥാന വിജിലൻസിന് അനുമതി കൊടുക്കണം. അപ്പോൾ അനുമതി കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ മുന്നിൽ കോഴ കൊടുത്ത ആളെ നമുക്കറിയാമെങ്കിൽ കൂടിയും വിജിലൻസ് അന്വേഷണത്തിൽ മാത്രമാണ്, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കൃത്യത വരാൻ കഴിയും. പക്ഷെ കോഴ വാങ്ങിയ അയാൾ തന്നെ കൃത്യമായി പറഞ്ഞു, ഞാൻ തമാശ രൂപയാണ് പറഞ്ഞതെങ്കിൽ കൂടിയും അയാൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പോൾ കോഴ വാങ്ങിയ ആളെയും കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ അഴിമതി നിരോധന നിയമം അനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കോഴ കൊടുക്കുന്നതും കോഴ വാങ്ങുന്നതും കുറ്റകരമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കോഴ കൊടുത്ത ആളുകൾ കുറ്റക്കാരാണ്, കോഴ വാങ്ങിയ ആളും കുറ്റക്കാരനാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ പ്രതി എന്ന രീതിയിൽ ജാഫർ മാഷെ 1-ാം പ്രതിയാക്കി
കേസ് രജിസ്റ്റർ ചെയ്യണം. അതിന് പിന്നെ സംസ്ഥാനത്തെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ് അന്വേഷണം നടക്കട്ടെ എന്ന് പറയുമ്പോൾ, തങ്ങൾക്ക് അതിനകത്ത് പങ്കില്ല എന്ന് പറയുമ്പോൾ പിന്നെ അവർക്കും ഈ ആവശ്യം ഉന്നയിക്കാം. മിമിക്രി കലാകാരൻ രഘു കളമശ്ശേരി അന്തരിച്ചു. ടെലിവിഷൻ കോമഡി പരിപാടികളിലൂടെ ഉമ്മൻചാണ്ടിയെ അനുകരിച്ച് ശ്രദ്ധേയനാണ്. തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തിരഞ്ഞെടുപ്പ് 12-ന് നടക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുത്തിരുന്നു. ഡെപ്യൂട്ടി മേയർ അധ്യക്ഷനായ ധനകാര്യ കമ്മിറ്റി ഉൾപ്പെടെ 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് കോർപ്പറേഷനിലുള്ളത്. ഇതിൽ 4 സ്ഥാനങ്ങൾ വനിതകൾക്കാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾ ടേം വ്യവസ്ഥയിൽ നൽകാനാണ് കോൺഗ്രസിന്റെ നീക്കം. TR സന്തോഷ്, ജേക്കബ് പുലിക്കോട്ടിൽ, ഷീന ചന്ദ്രൻ, വത്സല ബാബുരാജ്, ശ്യാമള മുരളീധരൻ, അഡ്വക്കേറ്റ് വില്ലി വിജോ എന്നിവരെയാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കുന്നംകുളം നഗരകേന്ദ്രങ്ങളിലെ വിവിധ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ സംയുക്ത പരിശോധനയുമായി പോലീസ്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിലുണ്ടായ വൻ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് കുന്നംകുളത്ത് പരിശോധന നടത്തിയത്. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ്, താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത്. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നിർദ്ദേശപ്രകാരമാണ് കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ്, സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജയപ്രദീപ്, അഗ്നിരക്ഷാസേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു, നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ പരിശോധന നടത്തിയത്. കൊണ്ടാഴി കുഴിയമ്പാടം പൊതുശ്മശാനത്തിനു സമീപം ശുചിമുറി മാലിന്യം തള്ളി. വാർഡംഗം AB ഗോപാലൻ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. 9ാമത് രാജ്യാന്തര ഫോക്ക് ലോർ ചലച്ചിത്രമേള ഈ മാസം 15 മുതൽ 22 വരെ തൃശൂർ ജില്ലയിലെ 15 വേദികളിലായി സംഘടിപ്പിക്കുമെന്ന് IFFF ഭാരവാഹികൾ അറിയിച്ചു. 85-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള 450-ൽ പരം ഹ്രസ്വ സിനിമകൾ, ഡോക്യുമെന്ററി, ഫീച്ചർ സിനിമകൾ എന്നിവ മേളയിൽ പ്രദർശിപ്പിക്കും. 15-ന് വൈകിട്ട് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്യും. മേളയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ചെലവൂർ വേണു ഫിലിം അവാർഡിന് കേരള ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന അന്തരിച്ച കാസർഗോഡ് PM മുരളീധരൻ അർഹനായതായി ഭാരവാഹികൾ അറിയിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഉദ്ഘാടന വേദിയിൽ വിതരണം ചെയ്യും. ഇന്റർനാഷണൽ ഫോക്ലോർ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് തൃശൂർ പ്രസിഡന്റ് ചെറിയാൻ ജോസഫ്, ജൂറി ചെയർമാൻ MP സുരേന്ദ്രൻ, ഡോക്ടർ K ഗോപിനാഥൻ, ഡോക്ടർ P രഞ്ജിത്ത്, ഫാദർ ഫിജോ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരളം BRC മതിലകത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. എടത്തിരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം, മതിലകം, ശ്രീനാരായണപുരം എന്നീ പഞ്ചായത്തുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വള്ളിവട്ടം പാർലക് ഫാം ഹൌസിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ NC പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജോലിയെ സംബന്ധിച്ചൊക്കെ ഒരു പ്രശ്നം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് കേട്ടിട്ടുള്ളത്? അവിടുത്തെ ഭിന്നശേഷി അധ്യാപനം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇവിടുത്തെ മറ്റു ടീച്ചർമാരെ ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് കേൾക്കും. മറ്റുള്ളവരുടെ ശമ്പളം കൊടുക്കണ്ട തീരുമാനിച്ചാൽ ആദ്യം എന്താണെന്നറിയോ ഇവരെ കൂടെ കിട്ടണം. തൃശൂർ സെന്റ് തോമസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി ഷിക്കാഗോ ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ടിന് കോളേജിൽ സ്വീകരണം നൽകി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റാഴ്സും 50 വർഷം മുൻപ് കോളേജിൽ ബിഷപ്പിന്റെ സഹപാഠിയുമായിരുന്ന ആളുകളും ചേർന്നാണ് സ്വീകരണം ഒരുക്കിയത്. കോളേജ് മാനേജർ മാർ ടോണി നീലങ്കാവിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഴ്സ് പ്രസിഡന്റ് CA ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ, ഡോക്ടർ KP നന്ദകുമാർ, ഡോക്ടർ KT മാർക്കോസ്, ഷാജു ചെറിയൻ എന്നിവർ സംസാരിച്ചു. കൊണ്ടാഴി ചിറങ്കര സെന്ററിൽ കുടിവെള്ള പൈപ്പ് ലൈൻ തകർന്ന് വെള്ളം പാഴാകുന്നത് ജനത്തെ വലയ്ക്കുന്നു. ചിറങ്കര സെന്ററിൽ നിന്നും നവോദയ കോളേജ് റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് ആലിൻ ചുവട്ടിലാണ് കുടിവെള്ള പൈപ്പ് ലൈൻ തകർന്നത്.
ഇവിടെ മാസങ്ങളായി കുടിവെള്ളം പാഴാകുമ്പോഴും അധികൃതർ നിസ്സംഗത തുടരുകയാണെന്നാണ് ആക്ഷേപം. പാഴാകുന്ന വെള്ളം അഴുക്കുചാലിൽ കെട്ടിക്കിടക്കുകയാണ്. ഇത് പ്രദേശത്തെ വ്യാപാരികളെയും പൊതുജനങ്ങളെയും വലയ്ക്കുകയാണ്. ഇത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതൊന്നും ഇവിടെ ശരിയാക്കി തരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഇത് ഇത്ര അപകടം പിടിച്ചൊരു സ്ഥലമാണ്. അതായത് ഒരു ഇടുങ്ങിയ വഴിയാണ്. അതുകൊണ്ട് ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ഓൾറെഡി. അപ്പൊ പിന്നെ ചപ്പുകളൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഇവിടെ വന്ന് നോക്കിയാൽ തന്നെ അറിയും. ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല, ഇത് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഇന്ന് രാവിലെ എന്റെ കട തുറക്കാൻ വരുമ്പോ ഞാനേ വഴിക്ക് വീണു. ഇതുപോലെ നിറയെ പേര് വരുന്നതും പോകുന്നതാണ്. കടയിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. നിറയെ പ്രശ്നങ്ങളുണ്ട്. ഇതുപോലെ എത്ര അമ്മമാര് വീഴുണ്ട്. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ഡോക്ടർ TS വിജയൻ കാരുമാത്ര കൊടിയേറ്റി. മേൽശാന്തി CN വത്സൻ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭരണസമിതി ഭാരവാഹിയായ KV സുരേഷ്, VC പ്രമോദ്, MG ആനന്ദൻ, CK ആനന്ദകുമാർ, KB ശിവാനന്ദൻ തുടങ്ങിയവരും ഭരണസമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ജനുവരി 14-നാണ് പൂരം. കൊടിയേറ്റം മുതൽ ഉത്സവ ദിവസം ഉൾപ്പെടെ ക്ഷേത്രത്തിൽ വിവിധ താന്ത്രിക ചടങ്ങുകൾ നടക്കും. പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലിന്റെ നിര്യാണത്തിൽ സർവോദയ ദർശൻ അനുശോചനം രേഖപ്പെടുത്തി. സമസ്ത ജീവജാലങ്ങളെയും പരിഗണിക്കണമെന്നുമുള്ള ഗാന്ധി മാർഗ സമീപനം അവസാന നിമിഷം വരെ മുറുകെ പിടിച്ച സർവോദയ മനസ്സുള്ള ജനകീയ ശാസ്ത്രജ്ഞനായിരുന്നു മാധവ് ഗാഡ്ഗിലെന്ന് സർവോദയ ദർശൻ ചെയർമാൻ MP പീതാംബരൻ അനുസ്മരിച്ചു. ഗാന്ധിജിയുടെ സമീപനം അടിസ്ഥാന ദർശനമായി സ്വീകരിച്ച ജനകീയ ശാസ്ത്രജ്ഞനായിരുന്നു ശ്രീ മാധവ് ഗാഡ്ഗിൽ. കാറളം വെള്ളാനിയിലെ സാമൂഹ്യ സേവന സംഘടനയായ സ്നേഹക്കൂട്ടായ്മയുടെ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 10-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മന്ത്രി R ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും. റവന്യൂ മന്ത്രി K രാജൻ മുഖ്യാതിഥിയാകും. കൂട്ടായ്മ അംഗമായ തച്ചിരാട്ടിൽ സത്യവതി ഗംഗാധരൻ സൌജന്യമായി നൽകിയ 4 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. സുനിൽ പട്ടത്ത്, ചന്ദ്രൻ നന്ദിക്കൽ, ഉഷ ജയപ്രകാശൻ കൊണ്ടറപ്പശ്ശേരി, VN കൃഷ്ണൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ കളരി കുടുംബാംഗങ്ങളുടെ ആധ്യാത്മിക പ്രസ്ഥാനമായ കളരി സ്പന്ദനത്തിന്റെ പ്രഥമ സംഗമം സഹസ്രദളം ശനിയാഴ്ച തൃശൂർ നീരാഞ്ജലി ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാലക്കാട് ഓലശ്ശേരി ദയാനന്ദാശ്രമ മഠാധിപതി സ്വാമി കൃഷ്ണന്മാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തും. ആദരണം, ചാക്യാർകൂത്ത്, ഭക്തിഗാനസുധ, ഭജൻസ്, നൃത്തനൃത്യങ്ങൾ തുടങ്ങിയവ സഹസ്രദളത്തിന്റെ ഭാഗമായി അരങ്ങേറും. ചീഫ് കോർഡിനേറ്റർ K സുനിൽ, സുരേന്ദ്രനാഥ്, ശക്തിധര കുറുപ്പ്, രവീന്ദ്രൻ കളരിക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 5ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള 2ാമത് സ്പോർട്സ് മീറ്റ് ഫെബ്രുവരി 10 മുതൽ ആരംഭിക്കുമെന്ന് വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ VP ജഗതിരാജ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പഠന കേന്ദ്രങ്ങളിൽ നിന്നായി 18 മുതൽ 80 വയസ്സ് വരെയുള്ള പഠിതാക്കൾ 32ഓളം ഇനങ്ങളിൽ 4 വിഭാഗങ്ങളിലായി മാറ്റുരയ്ക്കും. കായികമേളയിലെ നീന്തൽ, വോളിബോൾ മത്സരങ്ങൾ ഫെബ്രുവരി 10, 17 തീയതികളിൽ തൃശൂരിൽ നടക്കും. ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് G സുഗുണൻ, സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ റെനി സെബാസ്റ്റ്യൻ, റീജിയണൽ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ NA ജോജോമോൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജെയിൻ സെബി മെമ്മോറിയൽ കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് 15 മുതൽ ഇരിങ്ങാലക്കുടയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷനും ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പ് ഇരിങ്ങാലക്കുട ക്രൈസ് അക്വാട്ടിക് ഷട്ടിൽ അക്കാദമിയിലാണ് നടക്കുന്നത്. 35 മുതൽ 75 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി 45 വ്യത്യസ്ത വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഭാരവാഹികളായ ബാബു മേച്ചേരിപ്പടി, ജോസ് സേവ്യർ, MN ഷാജി, M പീറ്റർ ജോസഫ്, ടോമി മാത്യു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അർബൻ റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്കായി സംഘടിപ്പിച്ച ദ്വിദിന സഹവാസ ക്യാമ്പിന് തുടക്കം. പീച്ചിയിലാണ് ക്യാമ്പ്. തൃശൂർ മോഡൽ ഗേൾസ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫും മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു.
ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ് അധ്യക്ഷയായി. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, സ്കൂൾ പ്രധാനാധ്യാപിക KP ബിന്ദു, CP ജയ്സൺ, TK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലൈബ്രറിയിലേക്ക് പൂർവ്വ വിദ്യാർത്ഥിയായ മോഹൻ അമ്പലപ്പാട്ട് രചിച്ച പുസ്തകം സമ്മാനിച്ചു. എരുമപ്പെട്ടി സ്കൂളിലെ 1970-71 10ാം ക്ലാസ് ബാച്ചിലെ വിദ്യാർത്ഥിയാണ് മോഹൻ അമ്പലപ്പാട്ട്. കാഴ്ചയ്ക്കപ്പുറം എന്ന ശീർഷകത്തിൽ ചെറുകഥാ സമാഹാരമായാണ് രചിച്ചിട്ടുള്ളത്. ഗാർഗി പബ്ലിഷിംഗ് ആണ് പ്രസാധകർ. സ്കൂൾ പ്രധാനാധ്യാപിക ബീന C ജേക്കബ് പുസ്തകം ഏറ്റുവാങ്ങി. OSA സെക്രട്ടറി KA ഫരീദ് അലി സന്നിഹിതനായി. എരുമപ്പെട്ടി കരിയന്നൂർ സ്വദേശിയായ മോഹൻ ബാങ്ക് ഉദ്യോഗസ്ഥരായി വിരമിച്ചതിനുശേഷം തൃശൂരിനടുത്ത മുളകുന്നത്തുകാവിലാണ് താമസിക്കുന്നത്. കരിയന്നൂർ കൈരളി വായനശാലയിലേക്ക് നൽകിയ പുസ്തകം കുഞ്ഞുമോൻ കരിയന്നൂർ ഏറ്റുവാങ്ങി. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന് ഇത്തവണ വ്യത്യസ്തവും ആകർഷകവുമായ പ്രചരണ പരിപാടികൾ നടത്തുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. ഏപ്രിൽ 8 മുതൽ 12 വരെ വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഗ്രാമോത്സവം. ഇതിനു മുന്നോടിയായി മരമെഴുത്ത് പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു. 11 ഞായറാഴ്ച രാവിലെ 9 നാടകോത്സവത്തിന് വിളംബരം കുറിച്ച് സമൂഹ ചിത്രരചന നടക്കും. വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്ത് ഒരുക്കുന്ന വലിയ ക്യാൻവാസിൽ പ്രശസ്ത ചിത്രകലാകാരന്മാർ ഉൾപ്പെടെ ജനങ്ങൾ തങ്ങളുടേതായ സൃഷ്ടികൾ രചിക്കുകയും കയ്യൊപ്പ് ചാർത്തുകയും ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. ചെയർപേഴ്സൺ P കൃഷ്ണദാസ്, ജനറൽ കൺവീനർ AN സോമനാഥൻ, പ്രബലൻ വേലൂർ, പ്രശോഭ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ K സതീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ICDS സൂപ്പർവൈസർ വിനീത ഉണ്ണികൃഷ്ണൻ, വാർഡ് അംഗങ്ങളായ NK കബീർ, KV മണികണ്ഠൻ, ഷീജ ആനന്ദൻ തുടങ്ങിയവരും സംസാരിച്ചു. കുടുംബശ്രീ സരസ് മേളയിലെ മെഗാ ഭക്ഷ്യമേളയിൽ അട്ടപ്പാടിയിലെ വനസുന്ദരിക്ക് ആവശ്യക്കാർ ഏറെ. പച്ചനിറത്തിന്റെ പുതുമയോടെ തീൻമേശയിലെത്തുന്ന വനസുന്ദരി അട്ടപ്പാടി ആദിവാസി ഉന്നതികളിലെ തനത് വിഭവമാണ്. രുചിയുടെ അപൂർവതയും ആരോഗ്യ സൌഹൃദ സ്വഭാവവും ഒരുമിച്ച് ചേരുന്ന ഈ ആദിവാസി വിഭവത്തിന് മേളയിൽ ആവശ്യക്കാർ ഏറെയാണ്. അട്ടപ്പാടി കൂക്കംപാളയം ആദിവാസി ഉന്നതിയിലെ കുടുംബശ്രീ അംഗങ്ങളാണ് വനസുന്ദരി തയ്യാറാക്കുന്നത്. മസാലപ്പൊടികളൊന്നും ചേർക്കാതെ പച്ചക്കുരുമുളകും കാന്താരിയും പാലക്കിലയും മല്ലിയും പുതിനയും കാട്ടുജീരകവും മറ്റ് പ്രത്യേക പച്ചിലകളും ചേർത്തരച്ച കൂട്ടിലേക്കാണ് വേവിച്ച ചിക്കൻ ചേർക്കുന്നത്. തുടർന്ന് കല്ലിൽ വെച്ച് പൊള്ളിച്ച് ചതച്ചെടുക്കുന്ന ഈ വിഭവം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്നാണ് ഉപഭോക്താക്കളുടെ അഭിപ്രായം. അട്ടപ്പാടി ഉന്നതികളിൽ കൃഷി ചെയ്യുന്ന കോഴിജീരകമാണ് വനസുന്ദരി ചിക്കന്റെ പ്രധാന രുചിരഹസ്യം. ഒരു പ്ലേറ്റിന് 200 രൂപയാണ് വില. റെസ്റ്റോറന്റുകളിൽ ലഭ്യമല്ലാത്ത ഈ അപൂർവ രുചി അനുഭവിക്കാനായി ദിനം തോറും സരസ്മേളയിൽ സന്ദർശകരുടെ തിരക്ക് വർദ്ധിച്ചുവരികയാണ്. TCV ന്യൂസ്, കുന്നംകുളം. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന വോയിസ് ഓഫ് ഡിസേബിൾഡിന്റെ നേതൃത്വത്തിൽ ഈ മാസം 14 ആളൂരിൽ ജില്ലാ സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ 3 രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്ന 12,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്റർനാഷണൽ ഡിസേബിൾഡ് ആക്സസിബിലിറ്റി അവയർനെസ് റൈഡിന്റെ ഫ്ളാഗ് ഓഫും പ്രഥമ ദിവ്യാംഗ അവാർഡ് വിതരണവും ഗവർണർ നിർവഹിക്കും. വോയിസ് ഓഫ് ഡിസേബിൾഡ് ജില്ലാ പ്രസിഡന്റ് VN സുനേഷ്, സെക്രട്ടറി മുഹമ്മദ് റാഫി, PA സൂരജ്, റൈഹാനത്ത്, PG രത്നം, OY അബ്ദുൾ മനാഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കേരള യാത്രയ്ക്ക് ശനിയാഴ്ച ചാവക്കാട് സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ ചെറുതുരുത്തിയിൽ ജില്ലാ നേതാക്കൾ യാത്രയെ സ്വീകരിക്കും. രാവിലെ 11 തൃശൂർ പേൾ റീജൻസിയിൽ ജില്ലയിലെ പൌരപ്രമുഖരായി യാത്രാ നായകർ കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് 4 ചാവക്കാട് മുനിസിപ്പൽ ഗ്രൌണ്ടിൽ നടത്തുന്ന സ്വീകരണ സമ്മേളനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്യും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ, അഡ്വക്കേറ്റ് PU അലി, CV മുസ്തഫ സഖാഫി, MS മുഹമ്മദ് ഹാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാണിജ്യം. ടൈലോസ് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെയും പ്രമുഖ ബ്രാൻഡുകളുടെ ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ കളക്ഷനുമായി
ജെയ്ലി ഇംപെക്സ് LLPയുടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം കോർപ്പറേറ്റ് ഓഫീസും ഒളരി എൽത്തുരുത്ത് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞാണി റോഡിൽ എൽത്തുരുത്ത് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച ജെയ്ലി ഇംപെക്സ് LLPയുടെ ആശീർവാദം എറവ് സെന്റ് തെരേസാസ് കപ്പൽപ്പള്ളി വികാരി ഫാദർ റോയ് വടക്കൻ നിർവഹിച്ചു. പ്രശസ്ത യൂട്യൂബേഴ്സായ മല്ലു കപ്പിൾ, അജീഷും ഷോണിമയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ടൈലോസ് ഇലക്ട്രിക് വെഹിക്കിൾസ് മാനേജിംഗ് ഡയറക്ടർ അനിൽകുമാർ ടൈലോസ് സ്കൂട്ടറിന്റെ താക്കോൽ കൈമാറി ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഹോം അപ്ലയൻസസ് വിഭാഗത്തിലെ ആദ്യ വിൽപ്പന ജെയ്ലി ഇംപെക്സ് ജനറൽ മാനേജർ രാധാകൃഷ്ണ മേനോൻ നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിന് എത്തിയവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ 3 പേർക്ക് സർപ്രൈസ് സമ്മാനങ്ങൾ നൽകി. ജെയ്ലി ഇംപെക്സ് ഡയറക്ടർമാരായ ബാബു വർഗീസ് വടക്കൻ, അനിത ബാബു, ടൈലോസ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഡയറക്ടർ അനിൽകുമാർ, AGM രാജീവ് കുമാർ, അയ്യന്തോൾ മേഖല മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോഷി തേറാട്ടിൽ, ടൈലോസ് മാർക്കറ്റിംഗ് മാനേജർ ജോമോൻ പല്ലൻ തുടങ്ങിയവർ സംസാരിച്ചു. മീനുമിക്സ്, ഓറഞ്ച് അപ്ലയൻസസ്, ഓപ്റ്റിമ, ഒലീവിയ തുടങ്ങിയ ബ്രാൻഡുകളുടെ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശേഖരവും ടൈലോസ് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ വിവിധ മോഡലുകളിലുള്ള സ്കൂട്ടറുകളും ഇവിടെ ആകർഷകമായ വിലക്കുറവിൽ ലഭ്യമാണ്. കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പർച്ചേസ് ചെയ്യുന്നവർക്ക് പ്രത്യേക ഡിസ്കൗണ്ടുകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8138926677. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,650 രൂപ, പവന് 1,01,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കാഞ്ചേരി കോഴ ആരോപണത്തിൽ തുടരന്വേഷണത്തിന് അനുമതി തേടി വിജിലൻസ്. തൃശൂർ വിജിലൻസ് യൂണിറ്റാണ് കേസെടുത്ത് തുടരന്വേഷണത്തിന് അനുമതി തേടിയത്. നേട്ടത്തിന്റെ നെറുകയിൽ ലൈഫ് പദ്ധതി, ലൈഫ് മികച്ച ഭവന പദ്ധതി എന്ന നീതി ആയോഗ്. ഫെബ്രുവരിയിൽ 5 ലക്ഷം വീടുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ എത്തുമെന്ന് മന്ത്രി MP രാജേഷ്. തൃശൂരിൽ ആനക്കൊമ്പുകളുമായി പിടിയിലായ 2 പേരെ വനം വകുപ്പ് സംഘം ചോദ്യം ചെയ്തു. രക്ഷപ്പെട്ട 3 പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി വനം വകുപ്പ്. ജില്ലയിൽ വിവിധയിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ 3 പേർക്ക് പരിക്ക്. കൊണ്ടാഴി പാറമേൽപ്പടിയിൽ പുളിമരം ഒടിഞ്ഞു വീണ് ബൈക്ക് യാത്രികന് പരിക്ക്. ചാലക്കുടി പോട്ടയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ഗുരുവായൂർ താമരയൂരിൽ ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.